വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. എൻ്റെ വീട്ടിലെ മുളക് കൃഷിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാടൻ മുളക്, കിഴക്കൻ മുളക് എന്ന് പറയും, നമ്മുടെ കറിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഗ്രോ ബാഗിലുണ്ട്. അത്രയധികം ഈൽഡൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് മുളക് കിട്ടും. ഇപ്പോൾ 1-2 പ്രാവശ്യം കഴിയുമ്പോൾ മുളക് പൊട്ടിക്കുന്നു. 2-3 മുളക് ചെടികൾ അത്യാവശ്യം വലുപ്പമുള്ളതും ചിലത് തൈ ചെടികളാണ്, പക്ഷെ അതുമായി മുളകുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, പൂട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ സാധാരണ പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ചത്, അതുപോലെ കഞ്ഞിവെള്ളം അതിൽ ചാരം കലക്കി വെച്ചത്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഒഴിച്ച് കൊടുക്കൽ. വേറെ ഇപ്പം അധികം വളങ്ങളൊന്നും കൊടുക്കാറില്ല. ഇടയ്ക്ക് ചിലപ്പോൾ വീട്ടിലുപയോഗിക്കുന്ന സബോളയും അങ്ങനത്തെ ഉള്ളികളുടെയൊക്കെ തൊലി ഇട്ട് വെച്ച് വെള്ളം, പിന്നെ ഇടയ്ക്ക് ഇതിന് സ്പ്രേ ചെയ്യാറുണ്ട് മഗ്നീഷ്യം, ഇവിടെ മറ്റേ എപ്സം സോൾട്ട്, അതുപോലെ ഇന്നാൾ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ബേക്കിംഗ് സോഡ പ്ലസ് വിനെഗർ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുറച്ച് കീടങ്ങളെയൊക്കെ ഒഴിവായി കിട്ടും, കീടങ്ങൾ. അപ്പോൾ അത്യാവശ്യം കുറച്ച് മുളക് കിട്ടും നമുക്ക്. പൂട്ടുണ്ട്, ഇപ്പോൾ ഇതിന്മേയൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെടിയാണത്. അങ്ങനത്തെ ഒരു ചെറിയ തൈച്ചെടികൾ ഒരു 3-4 ഉണ്ട്. പിന്നെ ഉള്ളത് പ്രത്യേകം പറയാനുള്ളത്, മണിപ്പൂരിൽ നിന്നുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും എരിവുള്ള മുളകാണ് ബൂത്ത് ജലോക്കിയ. ശരിക്കും അത് ഭൂട്ടാനിൽ നിന്നുള്ളതാണ്. ഭൂട്ടാനിൽ നിന്നുള്ള എൻ്റെ BHUT ബൂത്ത് ജലോക്കിയ എന്നാണ് ആ മുളകിൻ്റെ പേര്. ഗോസ്റ്റ് പെപ്പർ എന്നുണ്ട് പേര്. അപ്പോൾ ഈ കാണുന്ന മുളകാണത്, ബൂത്ത് ജലോക്കിയ. നല്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡാവും. പഴുത്ത് കഴിയുമ്പോഴാണ് അവന് ഏറ്റവും കൂടുതൽ എരിവുള്ള സമയം. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും എരിവുള്ള ഒരു മുളകിൽ പെട്ടത്, ഒരു മുളകുകളിൽ പെട്ട ഒരു മുളകാണ് ഈ ബൂത്ത് ജലോക്കിയ. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുളകൊക്കെ ഒന്നും നമുക്ക് കഴിക്കാൻ തന്നെ പറ്റില്ല, അത്രയും എരിവുണ്ട് അതിന്. മുളക് തൊട്ടാൽ തന്നെ പ്രശ്നമാണ്. പിന്നെ അതുപോലെ മുളക് ഉപയോഗിച്ചിട്ടുള്ള കറികൾ കഴിച്ചതിന് ശേഷം നമ്മൾ മുഖം കഴുകുമ്പോൾ മുഖത്തിന് ചുറ്റും സ്കിന്ന് പൊള്ളി തുടങ്ങും, അത്രയും എരിവുണ്ട് ഇതിന്. ഉമോറോക്ക് എന്ന് പറയുന്നുണ്ട് മണിപ്പൂരിലെ അതിൻ്റെ പേര്. നേരത്തെ കണ്ട മുളകില് നെയ്മുളക് എന്നൊക്കെ, മരത്തെ മുളക് നമ്മുടെ നാട്ടിൽ നെയ്മുളക് എന്ന് പറയണ മുളകിന്റെ പോലെ ഇരിക്കുന്നവൻ മണിപ്പൂരിൽ നിന്നുള്ള മുളകാണ്. മണിപ്പൂര് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ പേര് ബൂത്ത് ജലോക്കിയ എന്നാണ്. അപ്പോ എന്റെ അടുത്തത് കണ്ട ഈ കാണുന്നത് ബൂത്ത് ജലോക്കിയ. അപ്പൊ ഈ ബൂത്ത് ജലോക്കിയ എന്നുള്ള പേര് വരാൻ കാരണം ഭൂട്ടാനിൽ നിന്നുള്ളതാണ് ഈ മുളക്, ഭൂട്ടാൻ. അപ്പൊ അതിന്റെ ആ ഭൂട്ടാന്റെ ഫസ്റ്റ് ഉള്ള ഒരു വേർഡിന്റെ ഒരു ഇതാണ് ബൂത്ത്, BHUT ബൂത്ത് ജലോക്കിയ എന്നുള്ളത്. പ്രോബബ്ലി ഈ മുളകാണ് ലോകത്തിലെ ഏറ്റവും അധികം എരിവുള്ള മുളക്. ഇപ്പൊ വേറെ ഏതോ മുളക് ഇവരുടെ സ്ഥാനം തട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു എന്താ പറയാ എരിവ് ഈ മുളകിനുണ്ട്. അപ്പൊ ജലോക്കിയ എന്ന് പറയുന്നത് കത്തുക, ജൽന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ശരിക്കും കത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ മുളക് കഴിച്ചാല് കത്തി എരിയാന്നൊക്കെ പറയില്ലോ, ആ പോലെ എരിയുന്നവൻ ഇവൻ. ഇതിന്റെ ഞാൻ നേരത്തെ വിത്തിനായിട്ട് പൊട്ടിച്ചു വെച്ചാണ്. ഇതുപോലെ ഷ്രിങ്ക് ചെയ്ത് വരും. ഇതേണ്ട, ഇത് ഇത്ര പോകുന്ന മുളക് തന്നെയായിരുന്നു, ഈ പോലത്തെ മുളകായിരുന്നു. ഇത് വെറുതെ അകത്തിരുന്നിട്ട് ഇപ്പോൾ അത് ഷ്രിങ്ക് ചെയ്ത്. അപ്പൊ ഇത് വിത്തിനായിട്ട് ഇതിൻ്റെ അകത്ത് വിത്തുകളുണ്ട്. ഇവനെ തൊട്ടാൽ തന്നെ കൈ കഴുകിയിട്ട് വേണം പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ, അത്ര പ്രശ്നക്കാരനാണ്. ഇതൊക്കെ ഇങ്ങനെ കുറച്ച് നാളായി, ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കുറച്ച് നാളായി ഇതൊക്കെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോ ഈ മുളക് ആമസോണിൽ നിങ്ങൾ ബൂത്ത് ജലോക്കിയ അല്ലെങ്കിൽ ഗോസ്റ്റ് പെപ്പർ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉണങ്ങിയ വെർഷന് 1200 രൂപ വില കാണിക്കുന്നുണ്ട് കിലോന്. അപ്പോ നല്ല വിലയുള്ള വെറൈറ്റി മുളകാണ്. മാത്രല്ല എരിവിലെ രാജാവാണ് ഇവൻ, ബൂത്ത് ജലോക്കിയ. ഇപ്പൊ ഗോസ്റ്റ് പെപ്പർ, അതുപോലെ വേറൊരു പേര് ലോക്കലി ഇപ്പൊ ഈ മണിപ്പൂരൊക്കെ ഇതിന്റെ പേര് വരുന്നത് എമറോക്ക് എന്നാണ്. എമറോക്ക് അങ്ങനെ ഒരു പേരിലും കൂടി ഇപ്പൊ ആമസോണിൽ ആ പേരിലും ഈ മുളക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള പേരുകള് ഈ പറഞ്ഞ ഗോസ്റ്റ് പെപ്പർ, പിന്നെന്തോ ഒരു വേറെയും പേരുകളുണ്ട് ഇതിന്. അപ്പൊ അതിന്റെ 2 ചെടി മണിപ്പൂർ എൻ്റെ സിസ്റ്ററിന്റെ മകള് പഠിക്കാൻ പോയപ്പോ അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പൊ അതില്
ഈ ഈ മിളകുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നാഗാലാൻഡ് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു മഞ്ഞളിന്റെ വെറൈറ്റി, അതും എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ എൻ്റെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലക്കഡോങ്, നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും, ലക്കഡോങ് ടെർമറിക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഒരു വെറൈറ്റി അതുണ്ട്. ഇതിന്റെ 2 ചെടികളാണ് ഇപ്പൊ ഉള്ളത്. ഇനി ഞാൻ ഇതിന്റെ വിത്ത് പാവി മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കി കുറച്ചധികം നടണം. ഇത് എന്താണെന്ന് വെച്ചാല് ഇത് അങ്ങനെ നമ്മുടെ ഇവിടെ ലോക്കലി അധികം കിട്ടാത്തൊരു മിളകാണ്. മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാല് ഇത് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ കൈമേ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോ ഈ മിളകിട്ടിട്ടുള്ള കറികൾ കഴിച്ചിട്ട് നമ്മള് കൈ കൊണ്ട് കഴിച്ചിട്ട് ആ കൈ വെച്ച് നമ്മള് മുഖം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള സ്കിന്നടക്കം കുറച്ച് നേരത്തേക്ക് ശരിക്ക് എരിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പൊള്ളിയ പോലെയാണ് ശരിക്കും വരിക. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മിളകാണ് ജലോക്കിയ. താങ്ക്സ് ഫോർ വാച്ചിങ്.